ഹലോ എവ്രി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ കോൺസെപ്റ്റ് ഓഫ് മണി എന്നുള്ള യൂണിറ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് മണി എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ യൂണിറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. എന്താണ് ഇൻഫ്ലേഷൻ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ എക്കോണമിയിൽ വലിയ ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ എക്കോണമിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കൻ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്സിലൊക്കെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കാണാറും കേൾക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? നമ്മൾ ജനറൽ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ നമ്മൾ എന്തായാലും എന്താണ് ഇൻഫ്ലേഷൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഫ്ലേഷൻ എന്നാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കാലക്രമേണ വർദ്ധിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഇൻ വിച്ച് ദ general prices of goods and services increases over time. കാലക്രമേണ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വർദ്ധിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നോക്കാം അല്ലേ. One day, Akash went to a vegetable shop to buy 1 kg of tomato. He had to pay rupees 230 for that. അതായത് ആകാശ് ഒരു കൺസ്യൂമറാണ്, ഒരു ഉപഭോക്താവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദിവസം 1 കിലോ തക്കാളി വാങ്ങാനായിട്ട് പോവാണ് മാർക്കറ്റിലേക്ക്. അയാളുടെ ഈ കയ്യിൽ എത്ര രൂപയുണ്ട്? 230 രൂപയുണ്ട്. അപ്പോൾ 1 കിലോ തക്കാളിക്ക് 230 രൂപയാണ് അയാൾ എന്ത് ചെയ്തത്? അടച്ചിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ 1 week he went to the same vegetable shop to buy 1 kg of tomato with rupees 230 expecting the same price. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങാടിയിൽ പോയി ആകാശ് 1 കിലോ തക്കാളി വാങ്ങിക്കുകയും ചെയ്തു. എത്ര രൂപയ്ക്ക്? 230 രൂപയ്ക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ സെയിം വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ ഒരു തവണ കൂടെ പോയി. നമ്മളെന്താ പ്രതീക്ഷിക്കുക? ഒരാഴ്ചയ്ക്ക് ശേഷം പോകുമ്പോൾ തക്കാളിക്ക് 1 കിലോക്ക് എത്ര? 230 രൂപയാണെന്നാണ് ആകാശ് വിചാരിച്ചത്. അപ്പോൾ 230 രൂപ കയ്യിൽ കരുതിക്കൊണ്ട് ആകാശ് വെജിറ്റബിൾ ഷോപ്പിൽ പോയി 1 കിലോ തക്കാളി ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? ബട്ട് ഹി റിസീവ്ഡ് ഓൺലി a half kilogram of tomato with that rupees 230. എന്നാൽ അദ്ദേഹത്തിന് നേരത്തെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന 230 രൂപയ്ക്ക് വെറും 1/2 കിലോ തക്കാളി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒരാഴ്ച മുമ്പ് എന്താ 1 കിലോ തക്കാളി കിട്ടിയതാണല്ലേ 230 രൂപയ്ക്ക്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ എന്താ സംഭവിച്ചത്? ആകാശിന് വെറും 1/2 കിലോ തക്കാളി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. He was surprised and asked the shopkeeper why he did not give him 1 kg of tomato for rupees 230. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാശ് എന്ത് ചെയ്തു? സർപ്രൈസ് ആയി പോയി. ആകാശിന് എന്ത് ചെയ്തു? ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായി മാറിയതുകൊണ്ട് തന്നെ ആകാശ് എന്ത് ചെയ്തു? ഷോപ്പ് കീപ്പറിനോട്, കടക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് 1 കിലോ തക്കാളി നിങ്ങൾ 230 രൂപയ്ക്ക് തന്നിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ 230 രൂപയ്ക്ക് എന്തുകൊണ്ടാണ് 1/2 കിലോ പകുതിയാക്കി തക്കാളിയുടെ എമൗണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തക്കാളിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഷോപ്പ് കീപ്പർ ടോൾഡ് ഹിം ദാറ്റ് ദ പ്രൈസസ് ഓഫ് ഓൾ ദ വെജിറ്റബിൾ ഹാവ് ഇൻക്രീസ്ഡ് ദിസ് വീക്ക് ഡ്യൂ ടു ഫ്ലഡ് ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ്. അപ്പോൾ ആ കടക്കാരൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറയാണ്, നോർത്തേൺ സ്റ്റേറ്റിൽ, അതായത് നോർത്തുള്ള സ്റ്റേറ്റ്സിൻ്റെ ഫ്ലഡ് ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികൾക്കും വില കൂടിയിട്ടുണ്ട് ഈ ആഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ എന്ത് പറഞ്ഞു ആകാശിനോട്? വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് എല്ലാ പച്ചക്കറികൾക്കും എന്താണ് വില ഇപ്പോൾ കൂടുതലാണ് സാർ എന്ന് ആകാശിനോട് പറഞ്ഞു. ഓക്കെ, ആകാശ് വണ്ടേർഡ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് സ്ട്രേഞ്ച് ആൻസർ ഫ്രം ദാറ്റ് ഷോപ്പ് കീപ്പർ. ആകാശ് എന്ത് ചെയ്തു? അതെന്താ നോർത്തേൺ സ്റ്റേറ്റിലെ അവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടായതിന് അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ വെജിറ്റബിൾസിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾ കൂട്ടുന്നതെന്ന് ആകാശ് അത്ഭുതപ്പെട്ടു. അപ്പോൾ നമ്മളും ഇങ്ങനെ
You may also be confused after reading this and thinking how or why the prices of commodities and services change over time. ആകാശിനെ പോലെ നമ്മളും പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയൊക്കെ മാസം കഴിയുന്തോറും അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുന്തോറും മാറി മറിയുന്നത് അല്ലേ, കൂടി വരുന്നത് എന്ന് നമ്മളും ആലോചിച്ചിട്ടുണ്ടാവും പലപ്പോഴും. അപ്പോൾ ആകാശിനും ഇതേപോലെ ഒരു സംശയം തോന്നി. അപ്പോൾ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇപ്പം ആകാശിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ആഴ്ചയ്ക്ക് നമുക്ക് കിട്ടിയ അതേ വിലയ്ക്ക് നമുക്ക് പിന്നീട് നമ്മൾ പോകുമ്പോൾ സാധനങ്ങളും സേവനങ്ങളൊന്നും അതേ വിലയ്ക്ക് അതേ ക്വാണ്ടിറ്റി കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, പണപ്പെരുപ്പം എന്നാണ് ഇൻഫ്ലേഷൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ എല്ലാ എക്കോണമിയിലും എന്തുണ്ട്? ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത് കൊണ്ട് ആണ് എന്താ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. ഓക്കെ. You may also have noticed that prices of some products you buy also have an increasing price tendency over time. നമ്മളും ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ വാങ്ങുന്ന ചില സാധനങ്ങൾക്ക് എന്താ വില, എത്ര എളുപ്പമല്ലേ ഇതിനൊക്കെ വില കൂടിയത് എന്നൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? If a consumer wants to be happy as Akash was expecting in the above example, the prices of goods and services must be stable in economy. അപ്പോൾ ആകാശിനെ പോലെ നമുക്കൊക്കെ സന്തോഷം കിട്ടുന്നത്, നമ്മളൊക്കെ ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോഴും നമ്മൾ നേരത്തെ വാങ്ങിയ അതേ വിലയ്ക്ക് തന്നെ നമുക്ക് ആ സാധനം വീണ്ടും വാങ്ങാൻ പറ്റുമ്പോഴാണ് എന്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ? സാധനങ്ങളുടെ വില കൂടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ? കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് വാങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും സാധനങ്ങളുടെ വില അതേപോലെ നിൽക്കുന്നതിന് അല്ലെങ്കിൽ കുറയുന്നതിനോടായിരിക്കും താല്പര്യം, കൂടുന്നതിനോട് ഒരിക്കലും താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലേ? പക്ഷേ എന്തുണ്ട്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില സമയം കഴിയുന്തോറും കൂടി വരുന്ന ഒരു പ്രവണത ഉണ്ട്. ഓക്കെ. We all expecting the same in our day-to-day life. Price stability is one of the important macroeconomic objective. നമ്മളെല്ലാവരും വില സ്ഥിരത, പ്രൈസ് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വില കൂടരുത് അല്ലെങ്കിൽ വില കൂടാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രൈസ് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളത് എല്ലാ സമ്പദ് വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ വില സ്ഥിരത എന്ന് കൈവരിക്കുക എന്നത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. A variety of economic policies are implemented by the government authorities to prevent economic fluctuations. ഒരുപാട് എക്കണോമിക് പോളിസീസ്, സാമ്പത്തിക നയം ആരെടുക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത് വിലസ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സാമ്പത്തിക നയം നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. Of course, the stability of our economy is seriously threatened by inflation. നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ എന്താ, പ്രൈസ് സ്റ്റെബിലിറ്റി, വിലസ്ഥിരത എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് വില സ്ഥിരത കൈവരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ദ പവർ to greatly unbalance the economy and lead to adverse outcome. ഇൻഫ്ലേഷൻ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ അല്ലെങ്കിൽ അൺബാലൻസ് ചെയ്യാൻ, നമ്മുടെ എക്കോണമിക്ക് ഒരു ബാലൻസ് ഉണ്ടാവും, ആ ബാലൻസ് നഷ്ടപ്പെടുത്താനും ഒക്കെ എന്ത് കാരണമാകുന്നുണ്ട്? ഇൻഫ്ലേഷൻ കാരണമാകുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഒരു ആകാശിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. മാത്രമല്ല, എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു അല്ലേ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാലം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസ് കൂടി വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? നമ്മുടെ ജനറൽ എക്കണോമിക്സിലെ തേർഡ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ, ഡെഫിനിഷൻ. എന്താണ് ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് ഫോർ ഗെറ്റിംഗ് റിഡ് ഓഫ് ഇൻഫ്ലേഷൻ. എങ്ങനെ ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്കോണമിക്ക് എന്താണ്, ഒരു പരിധിക്ക് അപ്പുറമായാലും നമ്മുടെ എക്കോണമിയെ തകിടം മറിക്കും, ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണെന്ന് അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ മറികടക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇൻഫ്ലേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ ഈസ് ദ ഓവറോൾ റൈസ് ഇൻ ദ prices of goods and services over time in an economy. കാലം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിച്ചു വരുന്ന ഒരു ടെൻഡൻസി, ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Each unit of currency may purchase fewer products and services
when the general price level increases. നമ്മുടെ പ്രൈസ് ലെവൽ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില ഉയരുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മുടെ കയ്യിലുള്ള കറൻസി കൊണ്ട് നമുക്ക് വളരെ കുറച്ച് സാധനമേ വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ നമ്മൾ ആകാശിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, നേരത്തെ 230 രൂപ ഉണ്ടെങ്കിൽ അയാൾക്ക് 1 കിലോ തക്കാളി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ, പ്രൈസ്, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ വില കൂടിയതുകൊണ്ട്, അതായത് പണപ്പെരുപ്പം ഉണ്ടായതുകൊണ്ട് എന്താ സംഭവിച്ചത്? അയാൾക്ക് 1/2 കിലോ തക്കാളി കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ കറൻസിയുടെ വാല്യൂ ഇവിടെ എന്താ സംഭവിച്ചത്? കുറയുകയാണ് ചെയ്തത് അല്ലേ? ഓക്കെ. As a result, inflation also indicate a decline in the value of money. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. In economics, the word inflation refer to general rise in the prices measured against standard level of purchasing power. സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാനുള്ള ശേഷി, അതായത് പർച്ചേസിംഗ് പവറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു കറൻസിയുടെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ. നമ്മുടെ എക്സാമ്പിളിൽ, ഇൻ അവർ എക്സാമ്പിൾ, ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ആകാശ് വാസ് ഏബിൾ ടു ബൈ 1 kg ഓഫ് ടൊമാറ്റോ ഫോർ ₹230. നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സാമ്പിളിൽ നേരത്തെ അദ്ദേഹത്തിന് ആകാശിന് എന്തായിരുന്നു? 1 കിലോ തക്കാളി 230 രൂപയ്ക്ക് കിട്ടിയിരുന്നു. ബട്ട് ലേറ്റർ ഹി കുഡ് പർച്ചേസ് ഓൺലി 1/2 kilogram ഓഫ് ടൊമാറ്റോ വിത്ത് ദ സെയിം മണി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് എന്താണ്? ആ സെയിം പണം കൊണ്ട്, സെയിം മണി കൊണ്ട് 1/2 കിലോ തക്കാളി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ഇൻ ദ സെക്കൻഡ് കേസ് ഹിസ് കപ്പാസിറ്റി ടു ബൈ, ദാറ്റ് ഈസ് പർച്ചേസിംഗ് പവർ, ഹാസ് ഡിക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പണപ്പെരുപ്പം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ടു ബൈ, വാങ്ങാനുള്ള ശേഷി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്തു? ഇവിടെ കുറയുകയാണ് ചെയ്തത് അല്ലേ? The term inflation describes the increase in the prices of commonly used products and services. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെയും സേവനങ്ങളുടെയൊക്കെ വില ഉയരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സച്ച് ആസ് ഫുഡ്, ഭക്ഷ്യവസ്തുക്കൾ, ക്ലോത്തിങ്, ഡ്രസ്സുകൾ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, നമ്മുടെ വെജിറ്റബിൾസ്, ഗ്രോസറീസ്, ചപ്പൽസ് ഒക്കെ എക്സാമ്പിൾ അല്ലേ? പിന്നെ ഹൗസ്, വീട്, ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ യാത്രാ ചെലവൊക്കെ കൂടും അല്ലേ? ആൻഡ് റീക്രിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒക്കെ വില കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഓക്കെ. The average price change of a basket of goods and services over a period of time is used to calculate inflation. നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അളക്കുന്നതിന് വേണ്ടി ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എടുക്കുക. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ്, ക്ലോത്ത്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ബാസ്ക്കറ്റ്, കുറച്ച് ഒരു കൂട്ടം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വന്ന മാറ്റം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻഫ്ലേഷനെ അളക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നോക്കൂ, ഇതാണ് ഇൻഫ്ലേഷൻ. സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില എന്ത് ചെയ്യും? വില വർദ്ധിക്കുന്നു. വാല്യൂ ഓഫ് മണി, അതായത് പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയും അതേസമയം തന്നെ ഉള്ള പണത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം കുറയുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. If a kilogram of oranges costs ₹100 in 2021 and 110 in 2022, there would be a 10% increase in the price of kilogram of orange. നോക്കൂ, നമ്മുടെ 2021 1 കിലോ ഓറഞ്ചിന് എത്രയായിരുന്നു? 100 രൂപയായിരുന്നു. എന്നാൽ 2022 ആയപ്പോൾ എന്തായിരുന്നു? ഇത് 1 കിലോ ഓറഞ്ചിന് 110 രൂപയായി. അപ്പോൾ ഇൻഫ്ലേഷൻ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു എത്രയാണോ പ്രൈസിൽ വന്ന മാറ്റം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വന്ന മാറ്റത്തെയാണ് അല്ലെങ്കിൽ ഇൻക്രീസിനെയാണ് പണത്തിൻ്റെ മൂല്യം കുറയുന്നത്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വിലയിൽ വരുന്ന ഇൻക്രീസ്, വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പണത്തിൻ്റെ പ്രൈസിൽ സാധനങ്ങളുടെ ഈ ഓറഞ്ച് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില എത്രയായി കൂടി? 100-ൽ നിന്ന് 110 കൂടിയില്ലേ? അപ്പോൾ 10% ഇവിടെ എന്തുള്ളത്? ഇൻഫ്ലേഷൻ ഉണ്ടായത്. ഓക്കെ. 2021 നിന്നും 2022 പോയപ്പോൾ എത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉണ്ടായി? 10% ഇൻഫ്ലേഷൻ ഇവിടെ സംഭവിച്ചു. Similar to this, several goods and services whose costs have increased through time are grouped together and the percentage is determined using the base year is
ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇൻഫ്ലേഷനെ നമ്മൾ അളക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് ഇതേപോലെ ഇപ്പോൾ 1 കിലോ ഓറഞ്ച് വില കൂടിയപ്പോൾ നമ്മൾ എങ്ങനെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? 100-ൽ നിന്ന് 110 ആയപ്പോൾ ആ ചേഞ്ച് എത്ര? 10%. അപ്പോൾ ഇൻഫ്ലേഷൻ അവിടെ എത്ര? 10% ഇൻഫ്ലേഷൻ എവിടെ ഉണ്ടായി? ഓറഞ്ചിന്റെ വിലയിൽ വന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, നമുക്ക് അത്യാവശ്യമായിട്ട് ജീവിക്കാൻ വേണ്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ബാസ്ക്കറ്റ്, ഒരു കൂട്ടം എടുത്തിട്ട് അതിൽ വരുന്ന ഓരോ വർഷം കഴിയുന്തോറും വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വർഷം വരുന്ന മാറ്റം നമ്മൾ പെർസെൻറ്റേജ് ടേംസിൽ, ശതമാനത്തിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. The rate of inflation is expressed as percentage increase in the prices of a set of commodities. അപ്പോൾ ഒരു കൂട്ടം സാധനങ്ങളുടെ വിലയിൽ വന്ന മാറ്റത്തെ ശതമാനത്തിൻ്റെ രൂപത്തിൽ, പെർസെൻറ്റേജിൻ്റെ രൂപത്തിൽ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻഫ്ലേഷൻ കിട്ടുന്നത്. ഓക്കെ. ഇവിടെ ഒരു പിക്ചറിൽ കണ്ടു അല്ലേ? 1913 ഇത്രയും സാധനം കിട്ടിയിരുന്നു. സെയിം കറൻസിയാണ് അല്ലേ? $1 പക്ഷേ 1913 ഇത്ര കിട്ടിയിരുന്നു. എന്നാൽ 2020 ആയപ്പോഴേക്കും എന്തായി? സാധനങ്ങളുടെ അളവ് കുറഞ്ഞു. 2056 ആയപ്പോൾ സാധനങ്ങളുടെ വില വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസിൽ വരുന്ന വർധനവ് അല്ലേ? ഓവർ ടൈം അല്ലേ? വർഷങ്ങൾ കഴിയും തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വരുന്ന വർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Of course, നമുക്ക് definitions നോക്കാം അല്ലേ? Definitions of inflation. Crowther defines inflation as the state in which the value of money is falling and the prices are rising. Crowther എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഇൻഫ്ലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? The state in which value of money falling, പണത്തിൻ്റെ മൂല്യം കുറയുകയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ക്രൗദർ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. അടുത്ത ആള്, അക്കോർഡിംഗ് ടു കോൾബോൺ, ഇൻഫ്ലേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നോക്കൂ, കോൾബോണിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്? ടു മച്ച് മണി, ഒരുപാട് പണം, ചേസിങ്, പിന്തുടരുന്നു, ടു ഫ്യൂ ഗുഡ്സ്, വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് പണം വേണ്ട ഒരവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കോൾബോൺ പറഞ്ഞിട്ടുള്ളത്. അതന്നെയല്ലേ? കറക്റ്റാണ് അല്ലേ? നമുക്ക് പണത്തിൻ്റെ മൂല്യം കുറയാണ്, ഒരുപാട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ തന്നെ ഒരുപാട് പണം വേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് കോൾബോൺ പറയുന്നത്. അടുത്ത ആള്, പാർക്കിൻ ആൻഡ് ബെയ്ഡ് ഡിസ്ക്രൈബ് ഇൻഫ്ലേഷൻ ആസ് ആൻ അപ്വാർഡ് മൂവ്മെന്റ് ഇൻ ദ ആവറേജ് ലെവൽ ഓഫ് പ്രൈസസ്. അപ്പോൾ പാർക്കിൻ ആൻഡ് ബെയ്ഡ് എന്താ പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആൻ അപ്വാർഡ് മൂവ്മെന്റ് ഇൻ ദ ആവറേജ് ലെവൽ ഓഫ് പ്രൈസസ്. ആവറേജ് പ്രൈസ്, അതായത് ശരാശരി വില, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ശരാശരി വില അപ്വാർഡ് മൂവ്മെന്റിലേക്ക്, അതായത് മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻ ഓപ്പോസിറ്റ്, ഡിഫ്ലേഷൻ ഈസ് എ ഡൗൺവാർഡ് മൂവ്മെന്റ് ഇൻ ദ ആവറേജ് ലെവൽ ഓഫ് പ്രൈസസ്. ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മൂവ്മെന്റ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ശരാശരി വില താഴോട്ട് പോകുന്ന പ്രവണതയാണ് ഡിഫ്ലേഷൻ. മുകളിലോട്ട് പോകുന്ന അല്ലെങ്കിൽ അപ്വാർഡ് മൂവ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ഈസ് പ്രൈസ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും ഇടയിലുള്ള ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു മതിലാണ് എന്ത്? നമ്മളെ പ്രൈസ് സ്റ്റെബിലിറ്റി, വില സ്ഥിരത. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അല്ലെ? വില ഒരേപോലെ നിലനിൽക്കുന്നതാണ് എന്ത്? വില സ്ഥിരത എന്ന് പറയുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റി. അടുത്തത്, അക്കോർഡിംഗ് ടു സാമുവൽസൺ ആൻഡ് നോർഡസ്, ഇൻഫ്ലേഷൻ ഈസ് സിംപ്ലി എ റൈസ് ഇൻ ദ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് അല്ലേ? സാമുവൽസണും നോർഡസും വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് കൊടുത്തത്. എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് ഇൻഫ്ലേഷൻ എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? സോ എന്താണ് ഇൻഫ്ലേഷൻ ആരെങ്കിലും ചോദിച്ചാൽ അതിന് പറഞ്ഞു കൊടുക്കാൻ അറിയണം അല്ലേ? എന്താ? ഇൻഫ്ലേഷൻ ഈസ് സിംപ്ലി ആൻ ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം. കാലം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ വരുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ്റെ വിവിധ തരം, വിവിധ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പഠിച്ചു അല്ലേ? ഇനി അതിന് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ. നമ്മൾ ഇൻഫ്ലേഷനെ 2 ഹെഡിങ്ങിൻ്റെ കീഴിലായിട്ടാണ് പഠിക്കാൻ പോകുന്നത്.
ഒന്നാമത്തെ ഹെഡിങ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തീവ്രത. തീവ്രതയുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഉണ്ട് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എത്രത്തോളം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു രാജ്യത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻഫ്ലേഷനെ പല ടൈപ്പാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഏതാ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസസ്. കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കലാണ്. അതായത് എന്താണ് കോസസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണം വ്യത്യസ്തമായിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിവിധ തരങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ഹെഡിങ്ങിലാണ് നമ്മൾ ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹെഡിങ് എന്താ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, തീവ്രതയുടെ അടിസ്ഥാനത്തിൽ. നോക്കാം. ബേസ്ഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓർ സ്പീഡ്, അതായത് തീവ്രത അല്ലെങ്കിൽ സ്പീഡ്, വേഗതയുടെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ ഉണ്ട്. വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ, നടക്കുന്ന ഇൻഫ്ലേഷൻ ഉണ്ട്. റണ്ണിങ് ഇൻഫ്ലേഷൻ, ഓടുന്ന ഇൻഫ്ലേഷൻ ഉണ്ട്. ഓർ ജമ്പിങ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ജമ്പിങ് ഇൻഫ്ലേഷൻ ആ ചാടുന്നു അല്ലേ, കുതിച്ച് ചാടുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. പിന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ, എക്സ്ട്രീം ഏറ്റവും തീവ്രമായിട്ടുള്ള ഇൻഫ്ലേഷനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പം ഇങ്ങനെ നമ്മൾ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസസ്. കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഫ്ലേഷനെ എത്രയാക്കി തരംതിരിച്ചിട്ടുണ്ട് നോക്കാം. സം മേജർ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇൻക്ലൂഡ് ഡിമാൻഡ് പുൾ ഫാക്ടേഴ്സ്. ഈ കാരണങ്ങൾ ഒന്നാമത്താണ് ഡിമാൻഡ് പുൾ ഫാക്ടേഴ്സ്. ഡിമാൻഡ് അതായത് ചോദന അല്ലേ, ഡിമാൻഡിൻ്റെ കാരണം കൊണ്ട്. പിന്നെ അതുപോലെ കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ്, ചെലവിൻ്റെ കാരണങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ, ഈ ഡിമാൻഡും അതേപോലെ കോസ്റ്റും ഒരേ സമയം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അതുപോലെ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ, ഘടനാപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം അതുകൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ. ആൻഡ് ഓൾ ഓഫ് ദീസ് റീസൺസ് ആർ ബ്രീഫ്ലി ഡിസ്കസ്ഡ് ഹിയർ. നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇൻഫ്ലേഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, തീവ്രത അല്ലെങ്കിൽ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഫ്ലേഷനെ വ്യത്യസ്ത തരത്തിലാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്താ ക്രീപ്പ് ചെയ്യാറുന്ന? ക്രീപ്പ് ചെയ്യാറുന്ന നമ്മൾ ഇഴയുക നമ്മൾ പറയില്ലേ. നമ്മൾ ഒരു പിക്ചർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്രീപ്പിംഗ്. അപ്പോൾ നമ്മൾ സ്പീഡ് എന്തായിരിക്കും, നമ്മൾ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫ്ലേഷന് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താ? പണപ്പെരുപ്പം വളരെ നേരിയ തോതിലുള്ളൂ അല്ലേ, വളരെ കുറച്ചേ പ്രൈസ് ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലേ. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഒക്കെ വില എന്ത് ചെയ്യുള്ളൂ, വളരെ ചെറിയ തോതിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ നമ്മൾ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വളരെ കുറച്ച് ശതമാനം മാത്രമേ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില ഉയരുന്നുള്ളൂ കൂടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു കുട്ടിയൊക്കെ മുട്ടിലഴിഞ്ഞ് പോകുന്ന ആ ഒരു വേഗതയിൽ ഒരു എക്കോണമിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫ്ലേഷൻ കൂടുന്നുള്ളൂ. അതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇഫ് ദ റേറ്റ് ഓഫ് റൈസ് ഈസ് സ്ലോ ബട്ട് സിഗ്നിഫിക്കൻറ്റ് വി ഹാവ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. കൂടുന്നുണ്ട്, സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ വില കൂടുന്നുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ എന്താണ്, സ്ലോ ആണ്. സ്പീഡ് എന്താണ്, വളരെ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സം ഇക്കണോമിസ്റ്റ് ഡിഫൈൻ ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ ആസ് ആൻ ആനുവൽ പ്രൈസ് റൈസ് ഓഫ് ലെസ് ദാൻ 2 or 3%. ഒരു വർഷം 2% അല്ലെങ്കിൽ 3% മാത്രമേ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഇഫ് ദ റേറ്റ് ഓഫ് പ്രൈസ് റൈസ് റിമെയിൻസ് അറ്റ് ദി ലെവൽ ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു എക്കോണമിയിൽ 2%, 3% മാത്രമേ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഉയരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് എന്താണ്, ലാഭകരമാണ്, നല്ലതാണ്, ദോഷകരമൊന്നുമല്ല. 2%, 3% കൊള്ളുന്നുണ്ടെങ്കിൽ എന്താണ്, പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് വരാൻ പോകുന്നില്ല. സെക്കൻഡ് ടൈപ്പ് നോക്കാം അല്ലേ, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നടക്കുക അല്ലേ, മുട്ടിലെഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും, നടക്കും അല്ലേ. അപ്പോൾ ഇവിടെ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മുട്ടിലെഴുതുന്ന സ്പീഡൊന്നല്ല, കുറച്ചും കൂടി വേഗത കൂടി അല്ലേ, കുറച്ചും കൂടി വേഗത കൂടുന്ന ഇൻഫ്ലേഷനാണ്. ട്രോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടന്ന് നീങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ വാക്കിംഗ്
walking inflation നോക്കാം. When annual increase in the general price level is between 3 and 7%, but less than 10%, it is said to be walking or trotting inflation. നടക്കുന്ന ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലുള്ള ശതമാനം എത്രയേ ഉള്ളൂ, ഒരു 3% തൊട്ട് 7%, ഏറി വന്ന 10% ഉള്ളിൽ ഒതുങ്ങും. അപ്പോൾ 3% മുതൽ 10% വരെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് വാക്കിംഗ് ഇൻഫ്ലേഷനാണ്, നടക്കുന്ന ഇൻഫ്ലേഷനാണ്. ഓക്കെ. In short, it occurs when prices rise moderately and annual inflation rate rises by a single digit. അതായത് ഒറ്റ അക്കം, ഇവിടെ 3%, 7% ഒക്കെ പറയുമ്പോൾ ഒറ്റ അക്കങ്ങളാണ് അല്ലേ, സിംഗിൾ ഡിജിറ്റ് ഉള്ളൂ. അങ്ങനെ ഒറ്റ അക്കത്തിലെ ശതമാനത്തിലാണ് നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ at this rate is a warning sign to government that it need to control it before it becomes running inflation. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തണം എന്ന് ഗവൺമെന്റിന് ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് എന്ത്, വാക്കിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്താണ്, 2%, 3% ഒക്കെ ഉള്ളത് എക്കോണമിക്ക് വലിയ ദോഷമൊന്നുമില്ല. എന്നാൽ 3% തൊട്ട് 10% ഒക്കെ വരികയാണെങ്കിൽ എന്താണ്, നമ്മുടെ എക്കോണമിയെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതെന്താണ്, ഗവൺമെന്റിന് ഒരു മുന്നറിയിപ്പാണ് അല്ലേ, ഇനിയും പണപ്പെരുപ്പ് ഉണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഗവൺമെന്റിന് ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. തേർഡ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് റണ്ണിങ് ഇൻഫ്ലേഷൻ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അതായത് 3% തൊട്ട് 10% വരെയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസ് കൂടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, അതിനെ നമ്മൾ ട്രോട്ടിങ് അല്ലെങ്കിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ ഒക്കെ പറയുന്നു. അതിനുശേഷം വന്ന നമ്മളെ തേർഡ് ടൈപ്പാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ. എന്താണ് റണ്ണിങ് ഇൻഫ്ലേഷൻ? റണ്ണിങ് ഇൻഫ്ലേഷൻ occurs when prices rise at a rate of 10 to 20%. ഒരു വർഷം 10% തൊട്ട് 20% വരെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഓടുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓടുന്ന ആളുടെ ഇമോജിയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. സച്ച് ഇൻഫ്ലേഷൻ ഹാസ് ആൻ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദി പുവർ ആൻഡ് മിഡിൽ ക്ലാസ്സസ്. ഇത്തരം ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായാൽ അത് മിഡിൽ ക്ലാസ്സുകളെയും അതുപോലെ തന്നെ ലോവർ ക്ലാസ്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയും അതുപോലെ മിഡിൽ ക്ലാസ്സുകാരെയും എന്ത് ചെയ്യും, ദോഷകരമായിട്ട് ബാധിക്കും. കൺട്രോളിങ് ഇറ്റ് നെസസിറ്റേറ്റ് സ്ട്രോങ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫിസ്ക്കൽ പോളിസികളും ഒക്കെ ഇത്തരം ഇൻഫ്ലേഷൻ തടയുന്നതിന് അത്യാവശ്യമാണ്. ഓക്കെ. ഫോർത്ത് ടൈപ്പാണ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ, കുതിച്ചു ചാടുന്ന ഇൻഫ്ലേഷൻ. ഇവിടെ ഒരു ഇമോജി കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു കുതിര ഓടുന്ന, കുതിച്ചു പായുന്ന ഒരു ഇമോജിയാണ് അല്ലേ. അതുപോലെ തന്നെ സ്പീഡ് എന്താ, അത്രയും കൂടുതലായിരിക്കും ഗാലോപ്പിംഗ് ഇൻഫ്ലേഷന്. റണ്ണിങ് ഇൻഫ്ലേഷൻ കുഡ് ഇവൻച്വലി ബിക്കം ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ്. അതായത് നമ്മൾ റണ്ണിങ് ഇൻഫ്ലേഷനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ അത് എന്തിലേക്ക് നയിക്കും, താരതമ്യേന കാലം കഴിയുമ്പോൾ അത് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ, അതായത് കുതിച്ചു ചാടുന്ന ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. എന്താണ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ? ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഇസ് എ ടേം ഫോർ ഇൻഫ്ലേഷൻ വിത്ത് ഡബിൾ ഡിജിറ്റ് ഓർ ട്രിപ്പിൾ ഡിജിറ്റ് ആനുവൽ റേറ്റ്സ് ഓഫ് 20%, 100% or 200%. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്, 1 ഡിജിറ്റ് കേസ് ആണല്ലേ, പിന്നെ 10%. ഇവിടെ എന്താ സംഭവിക്കുന്നത്, 2 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റോ ഒക്കെ ആയിട്ട് ഓരോ വർഷം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വർദ്ധിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം 200%, 100% ഒക്കെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മെനി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് ചിലി, ബ്രസീൽ and Argentina experienced galloping inflation rates ranging from 50 to 700%. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ചിലിയും ബ്രസീലും അർജന്റീനയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ, കുതിച്ചു ചാടുന്ന സ്പീഡിലുള്ള ഇൻഫ്ലേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയായിരുന്നു, 50% തൊട്ട് 700% വരെ ആയിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്, 1970-കളിൽ 80-കളിലാണ് ഈ ഒരു ഇൻഫ്ലേഷൻ, ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹോപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ ജമ്പിംഗ് ഇൻഫ്ലേഷൻ. കുതിച്ചു ചാടുന്ന ഇൻഫ്ലേഷനിലൊക്കെ ഇതിന് ഈ പേര് കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. ഫോർത്ത് ടൈപ്പാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ്റെ 4 ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതിൻ്റെ ബേസിസ് ആണ്? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, സ്പീഡ് അല്ലേ. സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 റീസൺസ്, ആ 4 ക്ലാസിഫിക്കേഷൻസും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലേ. അതിന് മുന്നേ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഡെഫിനിഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കാലം കഴിയുന്നതോടും ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ എന്നും അതിൻ്റെ ഈ 4 ടൈപ്സും നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു.